ഹലോ വെൽക്കം ബാക്ക് ടു തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇത് ചിക്കൻ ഫ്രൈ അല്ല, പക്ഷെ ചിക്കൻ ഫ്രൈ പോലെ തന്നെ സോയാബീൻ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിഷാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒന്ന് കുതിർത്തെടുക്കണം. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് പൊട്ടറ്റോ വേണേ. പൊട്ടറ്റോ നമ്മൾ 3 വലിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചറും ഗാർലിക്കും വേണം, അത് പേസ്റ്റ് ആക്കണേ. പിന്നെ നമുക്കതിലേക്ക് 1 കപ്പ് മൈദ നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ വളരെ കുറച്ച് മാത്രം കോൺഫ്ലോറും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തേക്കുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയുമാണ്. ചിക്കൻ മസാലയ്ക്ക് പകരം നമുക്ക് ഗരം മസാല വേണമെങ്കിൽ അതും എടുക്കാവുന്നതാട്ടോ. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയാബീൻ എടുത്തിട്ട് ഒരു 3 മുതൽ 4 മിനിറ്റ് വരെ നമുക്ക് നന്നായിട്ട് അത് കുക്ക് ചെയ്തെടുക്കണേ. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞ് എടുത്ത് വെക്കണം കേട്ടോ. നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം പോകുന്ന പോലെ നമ്മൾ പിഴിയണം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കണ്ടോ. കൈ കൊണ്ട് തന്നെ നമുക്കത് പൊടിച്ചെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സോയാബീൻ വെന്തതെല്ലാം നല്ലതായിട്ട് ചെറിയ പീസസ് ആക്കി മാറ്റണം. ഒന്നേ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ച് അത് അടിച്ചാലും മതിയേ. ഈ ഒരു ടെക്സ്ചറിലാണ് നമ്മൾ ഇത് പൊടിച്ച് കഴിയുമ്പോഴത്തേനും ഇരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് ബാമ്പും കൊണ്ട് നമ്മുടെ വീട്ടിലെ തന്നെ മുളയും കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ആ മുളയൊക്കെ ഒന്ന് കുക്കായി വരുമ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടി ഇറങ്ങി നമ്മുടെ ഡിഷിന് ഒരു അടിപൊളി ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ മുളയുള്ളവർ അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്യാവേ. ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീനകത്തേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചതും പിന്നെ നമ്മുടെ മൈദയുടെ പൊടിയും എല്ലാം കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറച്ച് മാത്രം അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒരു ക്രിസ്പിനെസ് കിട്ടാനായിട്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ടേസ്റ്റിൻ്റെ ഫ്ലേവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാട്ടോ. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മസാലപ്പൊടികളായ മല്ലിപ്പൊടിയും ഗരം മസാലയോ ചിക്കൻ മസാലയോ നമ്മൾ ഇഷ്ടമനുസരിച്ച് അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ചേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണേ. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ മിക്സിലേക്ക് നമ്മൾ വളരെ കുറച്ച് മാത്രം 1 ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 തണ്ട് കറിവേപ്പിലയാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്കിവിടെ ആ ഫ്ലേവർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിയില ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണേ. മിക്സ് ചെയ്ത് വരുമ്പോൾ ദാ ഇതുപോലെ ഉണ്ടാകും. ഇനി നമ്മൾ ഇതിനകത്തു നിന്ന് ഓരോ ബോൾസ്, ചെറിയ ബോൾസ് വീതം എടുത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ബാമ്പുവിൻ്റെ സ്റ്റിക്ക് വെച്ചിട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ബാമ്പുവിൻ്റെ സ്റ്റിക്കിന് പകരം നിങ്ങൾ ഐസ്ക്രീം സ്റ്റിക്ക് ആണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ബാമ്പുവിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. മുളയുടെയൊക്കെ ന്യൂട്രീഷൻ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പം മുള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം, അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണെങ്കിലും മതിയേ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ അതേ ഷേപ്പിൽ ആ മുളയുടെ ചുറ്റിലും ആക്കി കൊടുക്കണം കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞത് കണ്ടാൽ ഇത് ചിക്കൻ്റെ ലെഗ് പീസ് ഫ്രൈ ചെയ്തതല്ല ആരും പറയത്തില്ല കേട്ടോ. കാണാനുള്ള ഭംഗി മാത്രമല്ല, ഇത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു വട്ടം എങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവേ. പിന്നെ സോയാബീൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എന്തുമാത്രം പ്രോട്ടീൻ അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ ഷേപ്പിൽ നമ്മളെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാകുമ്പം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഓരോ ലെഗ് പീസസ് ആയിട്ട് നമുക്കതിലേക്ക് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവേ. ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ ഫ്ലെയിം സിമ്മിലേക്ക് ഇടാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ അകം കുക്കാകാനായിട്ട് പാടായിരിക്കും, പുറം മാത്രം ക്രിസ്പി ആയിട്ടിരിക്കും. ഇതിപ്പം ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ പുറം നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല രീതിയിൽ കുക്കായിട്ടും നമുക്ക് കിട്ടുവേ. അതെല്ലാവരും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ദാ നമ്മൾ ചിക്കൻ ഫ്രൈ പോലെയുള്ള അടിപൊളി ടേസ്റ്റിലുള്ള സോയാബീൻ്റെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒറ്റ നോട്ടത്തിൽ കണ്ട ചിക്കൻ ലെഗ് പീസ് ഫ്രൈ പോലെ ഇരിക്കുന്ന നമ്മുടെ സോയാബീനും കൊണ്ടുള്ള ലെഗ് പീസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റമാണ്. ഇതിതാ സോസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഹോം മെയ്ഡ് സോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ എൻ സ്ക്രീനിൽ കൊടുത്തേക്കാവേ. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈവനിങ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാനും മറക്കല്ലേ. കൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ.